ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ കോഡ് റിപ്പീറ്റ് ആയി വരാൻ വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് തരം ലൂപ്പാണ് ഉള്ളത്. ഒന്ന് വൈൽ ലൂപ്പും മറ്റൊന്ന് ഫോർ ലൂപ്പും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഫോർ ലൂപ്പ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഫോർ ലൂപ്പ് പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ് കോഡ് റിപ്പീറ്റ് ആയി വരാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിമ്പിൾ പ്രോഗ്രാം ഫോർ ലൂപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ PHP ടാഗ് ഓപ്പൺ ചെയ്തു, PHP ടാഗ് ക്ലോസ് ചെയ്തു. നോർമലി നമ്മൾ എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇത് ഫോറിനകത്ത് $x ഈക്വൽ ടു 0, $x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, $x ഇൻക്രിമെന്റ് ആയി കൊടുത്തിട്ടുണ്ട്, പ്ലസ് പ്ലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് I++ ഒക്കെ കൊടുക്കുന്നത് പോലെ. പിന്നെ നമ്മൾ ഇക്കോക്കകത്ത് $x പ്രിന്റ് ആയി വരാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കിപ്പോ വേണ്ടത് 0 to 10 പ്രിന്റ് ആയി വരണം. അതിന്റെ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഫോർ ലൂപ്പ് വെച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇത് ഈ ഭാഗത്തോട്ടേക്ക് വരും, ഈ പാർട്ടിലോട്ടേക്ക് വരും. അവിടെ $x ഈക്വൽ ടു 0, അതായത് $x ന്റെ വാല്യൂ ഇപ്പോൾ 0 ആയിട്ടുണ്ട്. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, $x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന്. അതായത് $x ന്റെ വാല്യൂ 10 അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണെന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നേരെ എക്കോ പാർട്ടിലോട്ടേക്കാണ് വരുന്നത്. അവിടെ $x ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ $x ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ 0 എന്നായിരിക്കും പ്രിന്റ് ആയി വരിക. അതിനുശേഷം നേരെ അത് ഈ പാർട്ടിലോട്ടേക്ക് പോകും. അവിടെ $x ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. എന്നിട്ട് അത് $x ന്റെ വാല്യൂ 1 ആയി മാറും. ശേഷം ഈ മിഡിൽ പാർട്ടിലോട്ടേക്ക് വീണ്ടും വരും. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, $x ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന്. ഇവിടെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എക്കോ പാർട്ടിലോട്ടേക്ക് വരും, $x പ്രിന്റ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ $x ന്റെ വാല്യൂ ഇപ്പോൾ 1 ആണുള്ളത്. ഇങ്ങനെ 1 by 1 ആയിട്ട് 10 പ്രാവശ്യം ഇത് പ്രിന്റ് ആയി വരും. അതിനുശേഷം 11ാമത്തെ പ്രാവശ്യം $x ന്റെ വാല്യൂ 11 ആയി മാറും. പിന്നീട് ഇത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആയിട്ട് വരും. അപ്പോൾ അവിടെ വെച്ച് ലൂപ്പ് ബ്രേക്ക് ആയി പോകും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ 0 to 10 പ്രിന്റ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വൈൽ ലൂപ്പിനെ കുറിച്ച് നോക്കാം.